2025 ജൂലൈ മാസം മുതൽ നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പല മാറ്റങ്ങളും വരികയാണ്. പാൻ കാർഡ് മുതൽ ട്രെയിൻ ടിക്കറ്റ് വരെ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, പാൻ കാർഡിന് ആധാർ നിർബന്ധം. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി മറ്റ് തിരിച്ചറിയൽ രേഖകൾ മാത്രം പോരാ. നികുതി വെട്ടിപ്പ് തടയാനാണ് ഈ പുതിയ നിയമം. രണ്ടാമത്തെ മാറ്റം ട്രെയിൻ യാത്രക്കാർക്കാണ്. തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇനി ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാണ്. കൂടാതെ ഓൺലൈനിലും റെയിൽവേ സ്റ്റേഷനിലെ കൗണ്ടറുകളിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ വരുന്ന OTP നൽകേണ്ടി വരും. ഇത് ടിക്കറ്റ് കരിഞ്ചന്ത തടയാൻ ഒരുപാട് സഹായിക്കും. മൂന്നാമതായി, UPI ഇടപാടുകൾക്ക് ഒരു സന്തോഷ വാർത്ത. ഒരു UPI ഇടപാട് പരാജയപ്പെട്ടാൽ പണം തിരികെ ലഭിക്കാനുള്ള കാലതാമസം ഇനി കുറയും. ബാങ്കുകൾക്ക് ഇനി NPCIയുടെ അനുമതിക്ക് കാത്തു നിൽക്കാതെ റീഫണ്ട് നടപടികൾ വേഗത്തിലാക്കാൻ സാധിക്കും. നാലാമത്തേത്, HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾ ശ്രദ്ധിക്കുക. വാടക, കറണ്ട് ബിൽ, ഓൺലൈൻ ഗെയിമിംഗ് തുടങ്ങിയ ചില പ്രത്യേക ഇടപാടുകൾക്ക് ബാങ്ക് ഇനി മുതൽ 1% അധിക ഫീസ് ഈടാക്കി തുടങ്ങും. അതുകൊണ്ട് കാർഡ് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക. അവസാനമായി, ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ള ഒരു പ്രധാന മാറ്റം. GST റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ പുതിയ കർശന വ്യവസ്ഥകൾ വരുന്നു. GSTR 3B എന്ന ഫോമിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരുപാട് വൈകിയാൽ 3 വർഷത്തിന് ശേഷം സാധിക്കുകയില്ല. അപ്പോൾ ഇതാണ് ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പ്രധാന സാമ്പത്തിക മാറ്റങ്ങൾ. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുന്നത് അനാവശ്യമായ പിഴവുകളും നഷ്ടങ്ങളും ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.